ശിവരാത്രി പ്രമാണിച്ച് പൊങ്കാല അല്പമുള്ളിൽ ആരംഭിക്കും. ഭക്തജനങ്ങളുടെ ഒരു നീണ്ട തിരക്ക് തന്നെ കാണുന്നത്. ഈ വയലിൻ്റെ ഏരിയയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൗതുകമായിട്ടുള്ള ക്ഷേത്രമാണ്. അതിൻ്റെ അടുത്തൊരു അമ്പലക്കുളവും ഉണ്ടെന്ന് തന്നെ പറയുന്നു. പറയണക്കാർ ശിവനെ വിളിച്ച ഏത് കാര്യം നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പൊങ്കാലയ്ക്ക് സമയമായി. പണ്ടാരടുപ്പിൽ അല്പമുള്ളിൽ തന്നെ തീ പകരുന്നതോടെ തന്നെ കലങ്ങളിൽ പൊങ്കാല അടുപ്പ് കത്തിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്, ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. പൊങ്കാല കലം പണ്ടാരടുപ്പിൽ അല്പമുള്ളിൽ അടുപ്പ് കത്തിക്കുന്നതോടെ തീ പകർന്നു നൽകാൻ വേണ്ടി പണ്ടാരടുപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. അല്പമുള്ളിൽ തന്നെ അടുപ്പ് കത്തിക്കുന്നു. ഭക്തജനങ്ങൾ ഒരു നിരാശ അവിടെ നിൽക്കുന്നുണ്ട്. ശിവനെ വിളിച്ച ഏത് കാര്യവും നടക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ പോകാം.
തീ പകർന്നു കൊടുത്തതെന്ന് പറയും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നത്. തലാകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലാണ് പൊങ്കാല ആരംഭിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഭക്തജനങ്ങളുടെ ഒരു നീണ്ട തിരക്ക് തന്നെ കാണുന്നുണ്ട്. പെയിന്റ് വകവയ്ക്കാതാണ് സ്ത്രീകൾ പൊങ്കാല ഇടാൻ വന്നതെന്ന് പറയാം. കൗതുകമായിട്ടുള്ള ക്ഷേത്രമാണ്. ഒരു വയൻറ്റേരിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മളിപ്പോൾ പണ്ടാരി അടുപ്പിന്റെ തീ പകർന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നത്. ഇന്ന് ശിവരാത്രിയുടെ നാടെങ്ങും ആഘോഷമാണ്. അതിലാണെന്ന് നമുക്ക് പറയാം. പൊങ്കാല ആരംഭിച്ച് 9-ന് തന്നെ പൊങ്കാല ആരംഭിച്ച് ഭക്തജനങ്ങളുടെ ഒരു നീണ്ട തിരക്ക് തന്നെ കാണുന്നുണ്ടെന്ന് തന്നെ പറയാം. പൊങ്കാല സ്ഥലത്തിലേക്ക് തീ പകർന്ന് അടുപ്പിൽ നിന്നും വെളിയിലേക്ക് തീ പകർന്ന് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി വെളിയിലേക്ക് തന്നെ പോകാം. ക്ഷേത്രത്തിൻ്റെ വെളിയിലേക്ക് പോകാം. അടുപ്പിൽ തീ പകർന്ന് നൽകി കഴിഞ്ഞിരിക്കുന്നു. രണ്ട് ഭാഗത്തും റോഡിൻ്റെ ഇരുഭാഗത്തുമാണ് പൊങ്കാല ഇടുന്നത്. ക്ഷേത്രത്തിൻ്റെ നടയിൽ കൂടിയാണ്. ഞാനൊരു 10 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ വെളിയിലേക്ക് കാമ്പൗണ്ടിലേക്ക് പോകുന്നു. അവിടെയാണ് പൊങ്കാല നിവേദ്യത്തിൻ്റെ എല്ലാം നടക്കണമെന്നും പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മളും ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ക്ഷേത്രത്തിൻ്റെ വെളിയിലെത്താം. നിമിഷ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ നടയുടെ ആ ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിൻ്റെ നാഗര ദൃശ്യങ്ങളാണ് നമുക്ക്. ക്ഷേത്രത്തിൻ്റെ വെളിയിലെല്ലാം ഗോവിന്ദ ഗോവിന്ദ ശ്രീ മുത്തുമാരിയമ്മയ്ക്ക് ശ്രീ പരമക്കുളങ്ങര മഹാദേവരാജിക്ക് ഓം പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. നമ പാർവതീപതയോ മഹാദേവ ജാനകി നന്ദസ്വരേ ശ്രീ മഹാദേവരാജിക്ക്. റോഡിൻ്റെ ഇരുവശത്തുമാണ് ഭക്തജനങ്ങൾ പൊങ്കാലയുടെ എത്തിയത്. 9 മണിക്ക് തന്നെ പൊങ്കാല ആരംഭിച്ചു. ഭക്തജനങ്ങളുടെ ഒരു നീണ്ട തിരക്ക് തന്നെ കാണുന്നുണ്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള റോഡിലാണ്. അവിടെയാണ് പൊങ്കാല ശിവക്ഷേത്രത്തിൽ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു.
പലാക്കുളങ്കര മഹാദേവ ക്ഷേത്രത്തിലെ പൊങ്കാല അല്പമുള്ളിൽ തന്നെ ആരംഭിച്ചു. പണ്ടാരിയടുപ്പിൽ തീ പകർന്നതോടെ തന്നെ പൊങ്കാല ആരംഭിച്ചു. ഭക്തജനങ്ങളുടെ ഒരു നീണ്ട തിരക്കാണ് കാണുന്നത്. വയൻ്റേരിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ അടുത്തൊരു ക്ഷേത്രത്തിലെ കുളമുണ്ട് എന്ന് തന്നെ പറയാം. കൗതുകമാറ്റ പച്ച എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിൻ്റെ അടുത്തൊരു റെയിൽവേ സ്റ്റേഷനും ഉണ്ടെന്ന് തന്നെ പറയാം. അതിൻ്റെ അടുത്താണ് ഈ ക്ഷേത്രം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യണമെന്ന് പറയാം. കൗതുകമാറ്റാണ്. എന്ത് കാര്യം ശിവനെ വിളിച്ച് പറഞ്ഞാലും നടക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേ.